കേരളത്തിലെ വ്യവസായ മേഖലയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പരാമർശത്തിൽ വിശദീകരണവുമായി ശശി തരൂർ എം പി കേന്ദ്ര സർക്കാരിന്റെയും അന്താരാഷ്ട്ര ഏജൻസിയുടെയും ഡാറ്റകളാണ് ലേഖനത്തിന് അവലംബമാക്കിയത്. ഇതിന് വിരുദ്ധമായ കണക്കുകൾ കിട്ടിയാൽ തന്റെ നിലപാടുകൾ തിരുത്താൻ സന്നദ്ധമാണെന്നും ശശി തരൂർ വ്യക്തമാക്കി. നോക്കൂ, ഒരു വിഷയം ഞാൻ പറയട്ടെ. ഈ ക്ഷണം അവർ വന്നപ്പോ ഞാൻ ചർച്ചയും കൂടി ചെയ്തത്. ഞാൻ പറഞ്ഞു ആ ദിനങ്ങൾ ഞാൻ ഇല്ല, അപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ലേ പറഞ്ഞു. അങ്ങ് ഉന്നയിച്ച വിഷയങ്ങളിൽ രാഹുൽജിയായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഞാനും അദ്ദേഹം മാത്രമേ ഉണ്ടാകുള്ളൂ. അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നതാണോ? സംതൃപ്തനാണോ? ഒരു പ്രശ്നമില്ല, പോയിട്ട് വരട്ടെ. നോക്ക്, ഞാൻ ആ ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിളുണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. അപ്പൊ ഞാൻ സോഴ്സ് എഴുതിയിട്ടുണ്ട്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട്, മറ്റേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സ്. ഇനി വേറെ വല്ല മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും CPM-ന്റെ അല്ലല്ലോ. ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് സെൻട്രൽ ഗവൺമെന്റിനാണ്, ഗ്ലോബൽ ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ഒരു അന്താരാഷ്ട്രീയ മേഖലയിലാണ്. അപ്പൊ ഈ രണ്ടുപേർക്കും വേറെ ഡേറ്റ കിട്ടിയാൽ ഞാൻ സുഖമായിട്ട് മാറ്റാം. എനിക്ക് ഞാൻ ആർക്കും വേണ്ടി, ഞാൻ കേരളത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതും എഴുതുന്നതും, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഗാന്ധിയും ഖർഗെയും കണ്ടതിൽ താങ്കൾ തൃപ്തനാണോ? താങ്കളുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ അഡ്രസ് ചെയ്യപ്പെട്ടോ? അല്ല, ഖർഗെനെ കണ്ടില്ല ഈ തവണ. രാഹുൽ ഗാന്ധിയുമായിട്ട് താങ്കൾക്കുള്ള കൺസേൺ ഒക്കെ അറിയിച്ചോ? താങ്കൾക്ക് പരിഗണന ലഭിക്കും? ഞാൻ കുറെ ആയിട്ട് ആവശ്യപ്പെട്ട മീറ്റിംഗുകൾ നടന്നു. ഇനി ഫ്ലൈറ്റ് മിസ് ചെയ്ത കാര്യം. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 2024 അതാണ് ഫോളോ ചെയ്തത് എന്നാണ് വീണ്ടും അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ പറഞ്ഞതിൽ ഉറച്ച് നിൽക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ച സംബന്ധിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുമില്ല. അനൂപ്, അതെ, ഇത് CPM-ന്റെ ഡാറ്റയൊന്നുമല്ലല്ലോ, കേന്ദ്ര സർക്കാരിന്റെയും ഗ്ലോബൽ ഏജൻസിയുടെയും ഡാറ്റ അല്ലേ. അതല്ലാത്ത മറ്റേതെങ്കിലും ഡാറ്റ കിട്ടിയാൽ ഞാൻ എന്റെ നിലപാട് തിരുത്താമെന്നാണ് തരൂർ പറയുന്നത്. അതായത് ഇന്നലെ തന്നെ വളരെ വ്യക്തമായിരുന്നു. നേരത്തെ പറഞ്ഞ നിലപാട് ഏതെങ്കിലും നിലയിൽ മാറ്റി പറയാനോ അല്ലെങ്കിൽ അതൊരു തിരുത്തു വരുത്താനോ തരൂർ തയ്യാറാവില്ല. പകരം ഇനി കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകണ്ട എന്നുള്ള നിർദ്ദേശമാണ് AICC നിന്ന് തരൂരിന് ലഭിച്ചത്. ഇന്ന് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങുമ്പോൾ പറയുന്ന കാര്യം, എന്റെ കയ്യിൽ കിട്ടിയ ഡാറ്റയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് കേരളത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ളതാണ്. അതായത് മറ്റേതെങ്കിലും ആരെയും പിന്തുണയ്ക്കുക എന്നുള്ളതല്ല, കേരളത്തിന് വേണ്ടി സംസാരിക്കുക എന്ന തന്റെ പൊതു നിലപാട് തുടരുന്നു എന്ന് ആവർത്തിക്കുകയാണ് തരൂർ. അതായത് കൂടുതൽ വിവാദങ്ങൾക്കില്ല, എന്നാൽ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ സമീപനം തുടരുന്നു തരൂർ. ശരി, അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്. ലേഖന വിവാദവുമായി ബന്ധപ്പെട്ട് തനിക്ക് കിട്ടിയ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് താൻ നിലപാട് എഴുതിയത് എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് തരൂർ ഉള്ളത്.